തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MD സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എനിക്ക് ഈ വാട്സപ്പിൽ ഈ മെസ്സേജ് വരുന്നത്. എൻ്റെ പഴയ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ പടം എൻ്റെ വാട്സപ്പിൽ അയച്ചേക്കാണ്. അടിക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഈ ആളെ ഒന്ന് വിശകലനം ചെയ്ത് ഇയാളുമായുള്ള എൻ്റെ വിവാഹം സെറ്റാകുമോ എന്ന് പറയാമോ? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇതാണ്: ഞാൻ മാനസികമായി ഒരു അപഗ്രഥനം നടത്തി ഇദ്ദേഹവുമായിട്ടുള്ള വിവാഹം വിജയിക്കുമോ ഇല്ലയോ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടത്. ബുദ്ധിപൂർവ്വം ഞാൻ അതിൽ നിന്ന് ഒഴിവായി. കാരണം ഇത്തരമുള്ളൊരു ലൈഫ് ഡിസിഷൻസിൽ മറ്റൊരാളുടെ അഭിപ്രായം അനുസരിച്ച് തീരുമാനം എടുക്കുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് സാവധാനം തലയുരികയാണ് ചെയ്തത്. നമസ്കാരം. ഒരു വിവാഹം സെറ്റാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒരു കോമ്പാറ്റബിലിറ്റി ചെക്ക് നമ്മൾ നടത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ട കാരണങ്ങൾ? പ്രധാനമായും ഒരു 3 കാര്യങ്ങൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യണം നല്ലതായിരിക്കുമെന്ന് തോന്നാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിവാഹം, നമുക്കറിയാം, ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാണ്: നിനക്ക് അവനെ ഇഷ്ടമായോ, അല്ലെങ്കിൽ നിനക്ക് അവളെ ഇഷ്ടമായോ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കോമ്പാറ്റബിലിറ്റി ചെക്ക് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷൽ കോമ്പാറ്റബിലിറ്റി എന്നൊക്കെ അതിനെ പറയാം. കാരണം മറ്റൊരാളോട് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നണം. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതൊരു ഫിസിക്കൽ അപ്പിയറൻസിലെ കാരണങ്ങളായിരിക്കാം, സൈക്കോളജിക്കൽ കാരണങ്ങളൊക്കെ ആയിരിക്കാം. ഒരു പ്രണയം ആദ്യം കൂടുമ്പോൾ ആദ്യം വരുന്ന ഈ ഒരു കോമ്പാറ്റബിലിറ്റി ചെക്കാണ്. ഇത് കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ ഒരു കോമ്പാറ്റബിലിറ്റി വരുന്നത് ഒരു ഫാമിലി കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നതാണ്. നമുക്ക് ഈ അദ്ദേഹത്തെ ഇഷ്ടമായി, പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടമായി. പക്ഷേ ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ ഇഷ്ടങ്ങളേക്കാൾ അപ്പുറത്ത് വേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വിവാഹം വിജയിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല വിവാഹ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന്. ഈ സമയത്ത് ചില അസ്വസ്ഥതകൾ വരുമ്പോൾ രണ്ടാമത്തെ കോമ്പാറ്റബിലിറ്റി നമ്മളെ സഹായിക്കും. അതാണ് ഫാമിലി കോമ്പാറ്റബിലിറ്റി. കുടുംബങ്ങൾ തമ്മിലൊരു പൊരുത്തം ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളിൽ കുടുംബാംഗങ്ങൾ ഈ സീനിലേക്ക് വരും. അവർ ചില സൊല്യൂഷൻസ്, ഗൈഡൻസ് ഒക്കെ നമുക്ക് തരും, ചില നിർദ്ദേശങ്ങൾ, വിവാഹ ജീവിതം എങ്ങനെ കുറേ കൂടി മനോഹരമായി സന്തോഷപ്രദമായി നയിക്കാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫാമിലികൾ തമ്മിലുള്ളൊരു കോമ്പാറ്റബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിധി കഴിയുമ്പോൾ ഫാമിലീസിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും. ഈ സമയത്ത് അവരെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് അവരുടെ വിശ്വാസങ്ങളായിരിക്കും. അവിടെയാണ് ഒരു റിലീജിയസ് കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഘടകം വരുന്നത്. ദൈവമാണ് എനിക്ക് ഈ ജീവിത പങ്കാളിയെ തന്നത്, ഈശ്വരൻ എനിക്ക് തിരഞ്ഞെടുത്ത് തന്നതാണ്. എനിക്ക് കുറവുകളുള്ളതുപോലെ ആ വ്യക്തിയും കുറവുകളുണ്ട്. ഈ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് ഈ ദൈവവിശ്വാസത്തിൻ്റെ ഒരു കോമ്പാറ്റബിലിറ്റിയാണ്. അപ്പോൾ ഈ 3 തലങ്ങൾ വളരെ പ്രധാനപ്പെട്ട തലങ്ങളാണ്. ഇതല്ലാതെ മറ്റു തലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, 2 പേരുള്ള എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വളരെ അന്തരമുണ്ടെങ്കിൽ അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്ര ഈഗോ ഇല്ലാത്ത ഒരാളാണ്, ഇത് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ്, ഈ ഒരു റിലീജിയസ് വിശ്വാസവും ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകും. അപ്പോൾ ഒരു വിവാഹം സെറ്റാകണമെങ്കിൽ പ്രധാനമായി ഈ 3 തലങ്ങളാണ് ഒരു മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഒന്നാമത്തത് ഒരു ഫിസിക്കൽ കോമ്പാറ്റബിലിറ്റി. അത് അത്ര കാര്യമായില്ലെങ്കിലും മറ്റു 2 ഘടകങ്ങൾ വളരെ സ്ട്രോങ് ആണെങ്കിൽ തന്നെയാലും വിവാഹ ജീവിതം മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ നമ്മൾ ചില ദമ്പതികളെ കാണുമ്പോൾ ഒരിക്കലും ഒരു ലോജിക്കലി ഇതെങ്ങനെ ഇവർ കൂടിച്ചേർന്ന് ജീവിക്കുന്നു, ഒരു എസ്തെറ്റിക് ഇതുമില്ലല്ലോ എന്ന് തോന്നുന്ന ചില ദമ്പതികൾ ഏറ്റവും മനോഹരമായ കുടുംബജീവിതം നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മറ്റു തലങ്ങളിലുള്ള കോമ്പാറ്റബിലിറ്റിയും കൂടി മനോഹരമായി വന്നു ചേരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് കല്യാണം സെറ്റാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോമ്പാറ്റബിലിറ്റി ചെക്ക് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും.